എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 15-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഴുവനായി കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സുഹൃത്തുക്കളിലേക്കൊക്കെ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അന്നും പിറ്റേ ദിവസവും ഇടമുളയിൽ വീട്ടിൽ നിന്നതിന് ശേഷമാണ് ഔതച്ചനും കുടുംബവും ആനക്കയത്തേക്ക് മടങ്ങിയത്. പോകണ്ട എന്നും ഇവിടെത്തന്നെ നിന്നാൽ മതിയെന്നും അവരെല്ലാവരും ആളാം വീതം നിർബന്ധിച്ചു പറഞ്ഞു. എന്നാലും അവർ അതനുസരിച്ചില്ല. എപ്പോഴും തങ്ങൾക്ക് തങ്ങളുടെ വീട് തന്നെയാണ് വലുത് എന്നായിരുന്നു അവരുടെ ചിന്താഗതി. അങ്ങനെയൊന്നും അവർ പറഞ്ഞില്ല എങ്കിലും ഈ കൂട്ടത്തിൽ അവരെ കൂടുതൽ നിർബന്ധിക്കാതിരുന്നത് കുട്ടിച്ചനാണ്. അയാൾക്ക് ശരിക്കും തൻ്റെ പഴയ കാലവും അറിയാമായിരുന്നതുകൊണ്ടാണ് അത്. കുടുംബമായി കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് താമസിക്കണം. എല്ലാ പ്രശ്നങ്ങളും ഒറ്റയ്ക്ക് തന്നെ നേരിടുകയും വേണം. അവർക്കിനി ഒറ്റയ്ക്ക് നേരിടാൻ കഴിയാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ മറ്റാരുടെയും സഹായം സ്വീകരിക്കാവൂ. എത്രയൊക്കെ പറഞ്ഞാലും ഇവിടെ നിൽക്കാൻ കത്രീനാമ്മയ്ക്ക് വിഷമമില്ലെങ്കിൽ പോലും ഔതച്ചന് വിഷമം കാണും. പിന്നെ അയാളുടെ വീട്ടിൽ താമസിക്കുന്ന കാര്യം. അവിടെയാണെങ്കിലും തൽക്കാലം തോമാച്ചനും കുടുംബവും ഉണ്ടല്ലോ. അതുകൊണ്ട് അവിടെയും സൗകര്യക്കുറവ് കാണും. മൂത്ത മകനായതുകൊണ്ട് അവൻ എപ്പോഴാണെങ്കിലും വേറെ മാറേണ്ടവനല്ലേ. അതുകൊണ്ട് നേരത്തെ മാറിയെന്ന് കൂട്ടിയാൽ മതി. ഇത്രയും ചിന്തിച്ചതുകൊണ്ട് കുട്ടിച്ചൻ പേരിന് മാത്രം അവളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. നിർബന്ധിച്ച് പറഞ്ഞൊന്നുമില്ല. അവർ മൂന്നുപേരും അന്ന് രാവിലെ തന്നെ അവിടെ നിന്നും പുറപ്പെട്ടു. ഉച്ചയോടുകൂടിയാണ് കല്ലാറിലെത്തിയത്. എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആനക്കയത്തിന് പോകാൻ വേണ്ടി ഒരു ജീപ്പ് കിട്ടി. അതിൽ കയറി വൈകുന്നേരത്തോടെ അവർ തങ്ങളുടെ നാട്ടിലെത്തി. സ്വന്തം ഭവനത്തിലേക്ക് പോകുന്നതിന് മുൻപ് കുര്യൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് ആദ്യമേ പോയത്. സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ. കുര്യൻ എവിടെയോ പോയിരിക്കുകയായിരുന്നു. ലീലാമ്മയും കത്രീനാമ്മയും യാത്രാ വിവരങ്ങളൊക്കെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴേക്കും കുര്യൻ സ്ഥലത്തെത്തി. ഒന്നും അറിയാത്തതുപോലെ വിവരങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും കത്രീന കാര്യമങ്ങ് പറഞ്ഞു. ഇത്ര നാളും കുര്യൻ ചേട്ടൻ ഞങ്ങളുടെ വിവരങ്ങളെല്ലാം കൃത്യമായി ബേബിയെ അറിയിച്ചുകൊണ്ടിരുന്നു അല്ലേ? ഇന്നലെ അവൻ എന്നോട് പറയുമ്പോഴല്ലേ ഞാൻ വിവരമറിയുന്നത്. ഞങ്ങളെ സംബന്ധിക്കുന്ന മുഴുവൻ വിവരങ്ങളും അപ്പോൾ ഈ കുര്യൻ ചേട്ടൻ എൻ്റെ ആങ്ങളയെ അറിയിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചതെന്താ, വീട്ടിലാർക്കും നമ്മളെപ്പറ്റി ഒന്നും അറിയില്ലെന്നല്ലേ? ചാരപ്രവർത്തനമാണ് കുര്യൻ ചേട്ടൻ ചെയ്തത്. ചാരപ്രവർത്തനം തന്നെയാണ് ചെയ്തത്. എന്നാൽ അത് നിങ്ങളെ വേർപിരിക്കാൻ വേണ്ടിയോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയോ അല്ല. എപ്പോഴെങ്കിലും നിങ്ങൾക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് സഹായിക്കാൻ അവൻ അപ്പോൾ ഓടിയെത്താൻ വേണ്ടിയാണ്. മാത്രവുമല്ല, ഞാനും ബേബിയും തമ്മിൽ അങ്ങനെയാണ്. അവൻ ഒരു സഹായം എന്നോട് ചോദിച്ചാൽ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ബേബി ചേട്ടൻ സഹായം ചോദിച്ചിട്ടാണ്. ഇവർ തമ്മിൽ ഭയങ്കര ആത്മബന്ധമുള്ളതായി നേരത്തെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാലും തങ്ങൾ രണ്ടുപേരും ഒളിച്ചു പോരുന്ന വിവരം പോലും അപ്പോൾ അറിയിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കടുപ്പമല്ലേ? ഞങ്ങൾ പോരുന്ന വിവരം അന്ന് പറയാത്തതുകൊണ്ട് ബേബി അറിഞ്ഞില്ല. അല്ലായിരുന്നെങ്കിൽ എല്ലാ പദ്ധതിയും പൊളിയുമായിരുന്നു അല്ലേ? ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വിവരങ്ങൾ പോലും കൃത്യമായി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വാ പൊളിച്ചുപോയി. പുഴക്കരയിൽ നിൽക്കുന്ന കാട്ടുമാവിൻ്റെ മാങ്ങയുടെ എണ്ണം പോലും ബേബി ചേട്ടൻ അറിയാം. അതൊക്കെ അവൻ്റെ വെറും തള്ളലാണ്. അത്രയൊന്നും താൻ പറഞ്ഞിട്ടില്ല. എപ്പോഴോ പറഞ്ഞപ്പോൾ അവരുടെ സ്ഥലത്തിൻ്റെ വിവരങ്ങൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞതാണ് താഴത്തെ അരികിൽ ഒരു തോടുണ്ടെന്ന്. അത് കഴിഞ്ഞാൽ കുറേ ഈറ്റക്കൂട്ടമുണ്ട്. അതിനിടയിലായി ഒരു കാട്ടുമാവും നിൽപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതവൻ അതിലെ മാങ്ങയുടെ എണ്ണം വരെ ചുമ്മാ പറഞ്ഞതാ. ഇവളുണ്ടോ മാങ്ങയുടെ എണ്ണം എടുക്കുന്നു? കത്രീന എന്നതൊക്കെ പറഞ്ഞാലും ഞാൻ അവരോടിത് പറഞ്ഞ വകയിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, അറിയരുത് എന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ ഇന്നങ്ങോട്ട് പോകുന്ന വിവരം എന്നോട് പറഞ്ഞതല്ലേ? ഞാനത് അവനോട് പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ ഈ വിവരങ്ങളൊന്നും പറയുന്ന കാര്യം നിങ്ങൾ അറിയരുതെന്ന് അവൻ പറഞ്ഞിരുന്നു. അതെനിക്ക് പാലിക്കാതിരിക്കാൻ പറ്റുമോ? ഏതായാലും പറഞ്ഞത് പറഞ്ഞു, കേട്ടത് കേട്ടു. ആ വകയിൽ നമുക്കാർക്കും ഒരു ബുദ്ധിമുട്ടും വന്നില്ല. ഒരു തരത്തിൽ അത് നന്നായി എന്നേ ഞാൻ പറയുകയുള്ളൂ. ഇവിടെ എന്തെങ്കിലും അത്യാവശ്യങ്ങളോ പ്രശ്നങ്ങളോ വന്നാൽ അപ്പോൾ വിവരമറിയിക്കാമല്ലോ. അതിനതൊരു വഴിയെങ്കിലും ആയില്ലേ? അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടും അറിയാമല്ലോ.
ആർക്കും ഏതു സമയവും എന്തും സംഭവിക്കാവുന്നതാണല്ലോ കാലം. പ്രായമായ മാതാപിതാക്കൾ രണ്ട് വീട്ടിലും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും പെട്ടെന്നൊരസുഖം വരികയോ കൂടുതലാവുകയോ ചെയ്താൽ അതറിയാനൊരു മാർഗം തുറന്നു കിട്ടുകയല്ലേ ചെയ്തത്. നീ ഇനി അതൊന്നും ഓർക്കണ്ട. ഇനി വേണമെങ്കിൽ നീ വിവരങ്ങളൊക്കെ അങ്ങോട്ട് അറിയിച്ചു. ഇനി ഞങ്ങൾക്ക് വേണമെങ്കിൽ അറിയിക്കാനുള്ള മാർഗമുണ്ട്. എന്നാലും നീ നിന്റെ ബന്ധം തുടരാതിരിക്കേണ്ട. നിങ്ങളുടെ ആത്മബന്ധം തടസ്സമൊന്നുമില്ലാതെ അങ്ങ് പോകട്ടെ. അത്താഴം കഴിച്ചതിന് ശേഷമാണ് ഔതച്ചനും കുടുംബവും തങ്ങളുടെ വീട്ടിലേക്ക് പോയത്. കുറേ ദിവസമായി ഇവിടെ നിന്നും വിട്ടുനിന്നതുകൊണ്ട് തിരക്കിട്ട് ചെയ്യേണ്ട കുറേ പണികളുണ്ടായിരുന്നു. എല്ലാം രവി ഏറ്റതാണ്. രവിയാണ് പണി ഏറ്റതെങ്കിലും അത് ഔതച്ചനെ കൂടെ കണ്ടിട്ടാണ്. അവന് തന്നെയാണെങ്കിൽ അത്രയൊന്നും പണിയെടുത്ത് തീർക്കാൻ കഴിയില്ല. എന്നാൽ ഇയാൾ കൂടെയുണ്ടെങ്കിൽ പണിക്ക് പെട്ടെന്ന് നീക്കമുണ്ട് താനും. രവി മാത്രമായി ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച ചെയ്യേണ്ട പണി ഔതച്ചനും കൂടിയാണെങ്കിൽ 2 ദിവസം കൊണ്ട് തീർക്കും. ഇവർക്കും ലാഭമാണ്, എടുപ്പിക്കുന്നവർക്കും ലാഭമാണ്. അതുകൊണ്ട് പണി എടുപ്പിക്കുന്ന എല്ലാവരും ഔത എവിടെ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ രവിയോടൊപ്പം അവിടുത്തെ സാമാന്യം വലിയൊരു വീടിൻ്റെ തറ കെട്ടാൻ പോയി തുടങ്ങി. അവർക്ക് സ്ഥലം കൊടുത്ത മുഴയൻ കാക്കയുടെ മകളുടെ ഭർത്താവിന് വേണ്ടി ഉണ്ടാക്കുന്ന വലിയ വീടാണ്. അതിൻ്റെ തറയ്ക്കും ഭിത്തിക്കും എല്ലാം കൂടിയായി പണി 2-3 ആഴ്ച വേണ്ടിവരും. സാധനങ്ങളെല്ലാം എത്തിച്ചു കഴിഞ്ഞതായതുകൊണ്ട് ചെന്ന് പണി തുടങ്ങേണ്ട താമസമേ ഉള്ളൂ. സിമൻറ്റ് പോലും ഇന്നലെ 1 ലോഡ് വന്നു. ഔതച്ചൻ രവിയുടെ വീട്ടിൽ ചെന്നപ്പോഴേക്കും അവൻ പണിക്ക് പോകാൻ തയ്യാറായി പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. പിന്നെ ആരെയും കാത്തു നിൽക്കാതെ രണ്ടുപേരും പോയി പണി തുടങ്ങി. ജീവിതക്രമം വീണ്ടും പഴയ പോലെ തന്നെയായി. രാവിലെ പണിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തുന്നു, അനുവിനോടൊപ്പം കുറേ സമയം കൊഞ്ചിക്കുഴയുന്നു, കിടന്നുറങ്ങുന്നു. വേനൽക്കാലം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ്. പരിസരമെല്ലാം നന്നായി ഉണങ്ങി. കാര്യമായി ഉണക്ക് ബാധിക്കാത്ത ആനക്കയത്ത് പോലും ഇക്കൊല്ലം ചെറിയ തോതിൽ ബാധിച്ചു തുടങ്ങി. എന്നാലും ഔതയ്ക്കും കുടുംബത്തിനും അവരുടെ വീട്ടിൽ സുഖമായി ഉറങ്ങാം. കാരണം ഈറ്റയിലെ മേഞ്ഞ വീടിനുള്ളിൽ ഒരു കാരണവശാലും ചൂടടിക്കില്ല. അതിനുള്ളിൽ പിന്നെയും വിഷമം തണുപ്പുകാലത്താണ്. പകൽ പോലും ആ വീടിനുള്ളിൽ നല്ല തണുപ്പായിരിക്കും. വെയിലിൻ്റെ കാഠിന്യം വകവയ്ക്കാതെ അയാൾ നിത്യവും പണിക്ക് പോയിരുന്നു. ഒഴിവെടുത്തിരുന്നത് ആകെ ഒരു ഞായറാഴ്ച മാത്രമാണ്. അന്ന് അയാളും കുര്യനും കൂടി ഇറച്ചിപ്പെട്ടിക്കാരൻ അവരാച്ചൻ്റെ അടുത്തേക്ക് പോകും. 2 പേർക്കും വീട്ടിലേക്ക് ആവശ്യത്തിന് വാങ്ങിക്കൊണ്ടുവരും. അത് കൊണ്ടുവന്ന് കത്രീനയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം വിശ്രമമാണ്. ഇപ്പോൾ പഴയതുപോലെ വിശ്രമിക്കാനൊന്നും പറ്റില്ല. അനു അതിന് സമ്മതിക്കുകയുമില്ല. പണ്ട് കത്രീനാമ്മയെ കൊതിപ്പിച്ച ഔതച്ചൻ്റെ നെഞ്ചിലെ രോമക്കാടുകളെല്ലാം അവൾ വലിച്ചു പറിക്കാൻ നോക്കും. എന്നാൽ പറഞ്ഞു കിട്ടുകയൊന്നുമില്ല. എങ്കിലും അയാൾക്ക് സാമാന്യം നന്നായി വേദനയെടുക്കും. വേദന എടുത്താൽ പോലും കുഞ്ഞിൻ്റെ സന്തോഷത്തിനല്ലേ എന്ന് വിചാരിച്ച് അയാളൊന്നും മിണ്ടില്ല. എന്നാൽ കത്രീന അങ്ങനെയല്ല. അവൾക്കതിഷ്ടപ്പെടില്ല. അവൾ അപ്പോൾ തന്നെ കുഞ്ഞിനെ വഴക്ക് പറയും. പണ്ട് നിനക്കും വലിയ പൂതിയല്ലായിരുന്നോ കത്രീന ഈ രോമക്കാടുകൾ? അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിനും കൊതിയായിരിക്കും എന്ന് വിചാരിച്ചാൽ പോരെ? പിന്നെ എന്തിനവളെ വെറുതെ കുറ്റപ്പെടുത്താൻ നോക്കണം? നിന്റെ വിരലുകളും കുറെ ഈ നെഞ്ചിലൂടെ ഓടിയതല്ലേ? ഇനിയും എന്തുമാത്രം ഓടേണ്ടതുമല്ലേ? ഞാൻ നെഞ്ചിലൂടെ ഓടിയെങ്കിലും ആരെയും വേദനിപ്പിച്ചില്ല. ഇനി അങ്ങോട്ട് വേദനിപ്പിക്കുകയുമില്ല. പിന്നെ അതെൻ്റെ അവകാശമാണ്. അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഞാൻ പിടിച്ചു വലിക്കാതെ തന്നെ എനിക്കത് കിട്ടും എന്നെനിക്കറിയാം. അതുപോലെ അവൾ വലിച്ചു രസിക്കേണ്ട കാര്യമില്ല. ചെറിയ കാര്യങ്ങളാണെങ്കിലും വേണ്ടാത്തത് ചെയ്യുമ്പോൾ അവളുടെ കൈയെടുത്ത് മാറ്റുകയെങ്കിലും ചെയ്താൽ അവൾക്കും മനസ്സിലായിക്കൊള്ളും. തിരിച്ചറിവാകാത്ത കുഞ്ഞിനെ വഴക്ക് പറഞ്ഞിട്ടോ കൈയെടുത്ത് മാറ്റിയിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല. കൈയെടുത്ത് മാറ്റും തോറും അവൾക്കും ആവേശം കൂടും. വീണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെ അവളുടെ കൈകളെത്തും. അതിനേക്കാൾ എത്രയോ ഭേദമാണ് കെട്ടിപ്പിടിച്ച് അവിടെ കിടത്തുന്നത്. ചിലപ്പോൾ ആ ചൂട് പറ്റി ഉറങ്ങുകയും ചെയ്യും. മഴക്കാലത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അന്ന് രാത്രിയിൽ സാമാന്യം നന്നായി ഒരു പുതുമഴ പെയ്തു. മഴയുടെയും കാറ്റിൻ്റെയും ശബ്ദത്തിൽ അവർ രണ്ടുപേരും ഉറക്കം തെളിഞ്ഞു. പുറത്തേക്ക് നോക്കുമ്പോൾ സാമാന്യം ശക്തിയായി മഴ പെയ്യുന്നുണ്ട്. വീടിനകത്ത് അടുക്കളയിൽ ഒരു സ്ഥലത്ത് ചോരുന്നുണ്ട്. അവിടെ ഒരു മൺപാത്രം എടുത്തു വെച്ചു. എന്നിട്ട് വന്ന് കത്രീന വീണ്ടും കിടന്നു. അപ്പോഴേക്കും മഴ ശമിച്ചു. പുറത്തു നിന്നും നനഞ്ഞ മണ്ണിൻ്റെ ലഹരി പിടിപ്പിക്കുന്ന ഗന്ധം അകത്തേക്ക് അടിച്ചു കയറി. എന്നെ ഏറ്റവും ലഹരി പിടിപ്പിക്കുന്ന മണമാണ് പുതുമഴ പെയ്തു കഴിയുമ്പോഴുള്ള മണ്ണിൻ്റെ മണം. ഇതാ ഇപ്പോൾ ഒന്ന് നീട്ടി ശ്വാസം വലിച്ചു നോക്കിക്കേ.
നിന്റെ മൂക്കിലേക്ക് ശരിക്കും അടിച്ചു കയറും ആ മണം. ആ മണം അടിക്കുമ്പോൾ എനിക്ക് പലതും തോന്നും പെണ്ണേ. ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താ, ആ ലഹരി അങ്ങ് ആസ്വദിക്കുകയല്ലേ. നീ ഇങ്ങ് ചേർന്നു വാ. മഴയത്ത് അവിടുന്നും ഇവിടുന്നുമൊക്കെ എന്തൊക്കെയോ ഒടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടു. നമ്മുടെ പറമ്പിലെ വാഴയൊക്കെ പറിഞ്ഞു പോയോ ആവൂ. കുലയ്ക്കാറായ പൂവനൊക്കെ ഉണ്ടായിരുന്നു. പോയാൽ വലിയൊരു നഷ്ടമാണ്. ഞാനിപ്പോൾ അതിനെപ്പറ്റിയാ ചിന്തിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും മനസ്സിൽ വന്നില്ല. വരണമെന്നുണ്ടെങ്കിൽ അത് വരുത്തിക്കോണം. നഷ്ടമൊന്നും ഇനിയിപ്പോൾ അവർക്ക് പ്രശ്നമായിരുന്നില്ല. വാഴ പോയാലും ഏത് മരം മറിഞ്ഞു വീണാലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ പൂർണ്ണമായും അവരുടെ ലോകത്താണ്. ആ ലോകത്ത് പുതുമഴ പെയ്തു മണ്ണ് നനഞ്ഞു കുതിർന്ന് സന്തുഷ്ടയായ ഭൂമി സുഖമായി ഉറങ്ങി. നേരം വെളുത്ത് പുറത്തിറങ്ങി നോക്കിയപ്പോൾ കത്രീന ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. മുറ്റത്ത് കുലയ്ക്കാനായി നിന്ന വാഴ ചുവടോടെ പറിഞ്ഞ് താഴെ കിടക്കുന്നു. ബാക്കി എന്തൊക്കെ പോയോ ആവൂ. നോവലിൻ്റെ അടുത്ത ഭാഗം നാളെ തന്നെ തരാം കേട്ടോ. മുഴുവനും കേൾക്കണേ. അഭിപ്രായങ്ങൾ എഴുതുകയും ചെയ്യണം. കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അതും കൂടി ചൂണ്ടിക്കാണിക്കാൻ മറക്കല്ലേ.